മലയാള സിനിമയിലെ അഭിനയത്തിൻ്റെ കൊടുമുടി ആരാണ്? മലയാളത്തിലെ അഭിനയത്തിൻ്റെ കൊടുമുടി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നെടുമുടി വേണു എന്ന അതുല്യ കലാകാരനെയാണ്. അദ്ദേഹം അഭിനയത്തിൻ്റെ കൊടുമുടി തന്നെയായിരുന്നു. എത്രയെത്ര സിനിമകളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഏത് വേഷവും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ചെയ്ത ഒരു കുടിയനായ വേഷമുണ്ട്. അതായത് മദ്യപിക്കാൻ താല്പര്യമില്ലെങ്കിലും സാഹചര്യം കൊണ്ട് ഒരു മദ്യപാനിയായി തീർന്ന ഒരു സിനിമ. ആ സിനിമ മറ്റൊന്നുമല്ല, തീർത്ഥം എന്ന ചിത്രമാണ്. തീർത്ഥം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ സൗകര്യപ്പെടുമ്പോൾ തീർത്ഥം എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥം നമ്മുടെ വെള്ളം സിനിമയിലെ ജയസൂര്യ അഭിനയിച്ചതുപോലെ മറ്റൊരു കഥാപാത്രമാണ് തീർത്ഥം. വളരെ ഭംഗിയായി തന്മയത്വത്തോടെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ചില ആൾക്കാരുടെ മാനറിസങ്ങൾ അദ്ദേഹം അഭിനയത്തിലൂടെ നമ്മെ പൊലിപ്പിച്ച് കാണിച്ചു എന്നതാണ് ഏറ്റവും വലിയ സത്യം. അഭിനയിച്ച ആൾ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നെടുമുടി വേണു തന്നെയായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ വേഷങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു. ഒരു സമയത്ത് തന്നെ ഒരു തമ്പുരാനായി അദ്ദേഹം വേഷമിടുമ്പോഴും അതിനൊപ്പം തന്നെ മറ്റൊരു ചിത്രത്തിൽ ഒരു പോലീസുകാരൻ, അതായത് ഒരു കോൺസ്റ്റബിൾ, ഒരു തല്ലിപ്പൊളി കോൺസ്റ്റബിളായിട്ട് വേണമെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. അതിനുദാഹരണമാണ് ധനം എന്ന ചിത്രം. ധനം എന്ന ചിത്രം കണ്ടവർക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയും, ധനത്തിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷമായിരുന്നു നെടുമുടി വേണുവിന്. അതായത് ഒരു ചെറിയ വില്ലൻ കഥാപാത്രം പോലെ എത്ര ഭംഗിയായിട്ടായിരുന്നു അദ്ദേഹം ആ കഥാപാത്രം കൈകാര്യം ചെയ്തത്. അങ്ങനെ എത്രയെത്ര സിനിമകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഒരു അനശ്വര കലാകാരനാണ് ശ്രീ നെടുമുടി വേണു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഒരേ സമയത്ത് തന്നെ വളരെ സാത്വികമായ കഥാപാത്രങ്ങൾ ചെയ്യുകയും ഒരു സമയത്ത് തന്നെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ കോമഡി വേഷങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് വലിയ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. കാരണം കോമഡി വേഷം ചെയ്യുന്ന അദ്ദേഹം തന്നെ വില്ലൻ വേഷവും ചെയ്യും. അതുപോലെ നമ്മെ കരയിപ്പിക്കുന്ന വേഷങ്ങൾ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെയുള്ള സിനിമകൾ, അതുപോലെ എനിക്ക് വിശക്കുന്നു എന്ന സിനിമ, പഴയ സിനിമയാണ് എനിക്ക് വിശക്കുന്നു എന്ന ചിത്രം. ആ ചിത്രത്തിൽ ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളായിട്ടാണ് നെടുമുടിയോട് അഭിനയിച്ചത്. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ച് നമ്മളെ കാണിച്ചത്. തകര എന്ന ചിത്രം തന്നെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിൽ ചെല്ലപ്പൻ ആശാരി. ഭരതൻ സിനിമകളിലൂടെയായിരുന്നു കൂടുതലും നെടുമുടി വേണു ആദ്യകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഒട്ടുമിക്ക വലിയ വലിയ സംവിധായകരുടെയും സിനിമകളിൽ അദ്ദേഹം നിറഞ്ഞാടി എന്ന് തന്നെ പറയാം. ഭരതൻ, അത് പിന്നെ സിബി മലയിൽ, IV ശശി, ജോഷി, സത്യനന്ദിക്കാട്, അങ്ങനെ ഒട്ടുമിക്ക പ്രഗത്ഭരായ കമൽ, അങ്ങനെ ഒട്ടുമിക്ക പ്രഗത്ഭരായ അക്കാലത്ത് സംവിധായകരുടെ എല്ലാം സിനിമകളിൽ നെടുമുടി വേണുവിന് പ്രത്യേകമായൊരു വേഷമുണ്ടായിരുന്നു. ആ വേഷം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിൽ വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് നെടുമുടി വേണു എന്ന വലിയ കലാകാരനുള്ളത്. ചമ്പക്കുളം തച്ചൻ എന്ന സിനിമ കണ്ടവർക്ക് നെടുമുടി വേണു എന്ന നടൻ്റെ അഭിനയ പ്രതിഭ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം അതിലൊരു ചെറിയ വില്ലൻ വേഷമായിട്ടാണ് നെടുമുടി വേണു വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അദ്ദേഹത്തെ കടിച്ചു കീറി തിന്നാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു വില്ലൻ വേഷമായിരുന്നു നെടുമുടി വേണു ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിൽ ചെയ്തത്. അപ്പോൾ ഏത് വേഷം കൊടുത്താലും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ആ സിനിമ നമ്മളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുകയും നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിലെ ആ റിട്ടയേർഡ് മാഷായിട്ട് നെടുമുടി വേണുവും ശാരദയുമായിരുന്നു തകർത്ത് അഭിനയിച്ചത്. ആ സിനിമയൊക്കെ നമ്മൾ ഇന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു വല്ലാതെ നീറുന്ന വിങ്ങലായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ ഏത് വേഷവും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു കലാകാരൻ തന്നെയാണ് നെടുമുടി വേണു. അദ്ദേഹത്തിൻ്റെയൊക്കെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ആ വലിയ കലാകാരൻ ഒരു സിനിമ സംവിധാനവും ചെയ്തിട്ടുണ്ട്, പൂരം എന്ന സിനിമ. പൂരം സിനിമ കണ്ടവർക്ക് മനസ്സിലാകും നെടുമുടി വേണുവിൻ്റെ മറ്റൊരു അഭിനയ ശൈലിയായിരുന്നു അത്. ആ സിനിമയെന്ന് വെച്ചാൽ ഒരു നൃത്ത നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നൊരു സിനിമയാണ്. അതിലെ ഒരു മെയിൻ കഥാപാത്രമായിട്ടായിരുന്നു നെടുമുടി വേണു അഭിനയിച്ചത്. അവസാനം അദ്ദേഹം മദ്യപിച്ചിട്ട് സ്റ്റേജിൽ കയറുന്നതും അങ്ങനെ അവിടുന്ന് അവസാനം അതിൻ്റെ ഓണറായ തിലകൻ അദ്ദേഹത്തെ ഓടിച്ചു വിടുന്നതൊക്കെ രംഗങ്ങളൊക്കെ നമ്മളൊക്കെ സാധാരണ ചില സ്ഥലങ്ങളിൽ കണ്ട് പരിചയിച്ച ചില മുഖങ്ങളെപ്പോലെ തോന്നും. അത്രയ്ക്ക് തന്മയത്വത്തോടു കൂടിയാണ് നെടുമുടി വേണു എന്ന ആ വലിയ കലാകാരൻ ആ സിനിമയൊക്കെ അഭിനയിച്ച് പൊലിപ്പിച്ചത്. ആ സിനിമ സംവിധാനം ചെയ്തത് നെടുമുടി വേണു തന്നെയാണ്. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ചിത്രം സംവിധാനം ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ എന്തുമാത്രമായിരുന്നു, അദ്ദേഹത്തിന് സിനിമയുടെ സാങ്കേതിക രംഗങ്ങളിലും എന്തുമാത്രം അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു ഭരതൻ സിനിമ കാണുന്ന പോലെ മനോഹരമായി തന്നെയാണ് പൂരം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത് പൊലിപ്പിച്ചത്. എല്ലാവരും മികവുറ്റ കഥാപാത്രങ്ങളായിരുന്നു പൂരം എന്ന സിനിമയിൽ. നടി മാധു ആയിരുന്നു അതിലെ ഒരു മെയിനായിട്ട് വേഷം ചെയ്തത്. മാധു ഉണ്ടായിരുന്നു, പിന്നെ പഴയ നടി ജയലളിത, അതുപോലെ തിലകൻ, നടൻ മുരളി,
അങ്ങനെ ഒട്ടുമിക്ക പ്രഗത്ഭരായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോലെയുള്ള വലിയ വലിയ താരങ്ങളും കൊണ്ട് അണിനിരന്ന നല്ല മനോഹരമായ ചിത്രമായിരുന്നു പൂരം. എന്തു തന്നെയായാലും നെടുമുടി വേണുവിനെ പോലെയുള്ള അനശ്വര കലാകാരന്മാർ നിറഞ്ഞു നിന്ന നമ്മുടെ മലയാള സിനിമ ഇന്നും മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. പക്ഷേ അവരുടെയൊക്കെ ആ അസാന്നിധ്യം മലയാള സിനിമയ്ക്ക് ഇന്ന് വേണ്ടതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നെടുമുടി വേണുവൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങൾ ഇന്നും നമ്മൾ ആ പഴയ സിനിമകളൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാണുമ്പോൾ നെടുമുടി വേണു ചെയ്തിട്ടുള്ള ഓരോ വേഷങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാതെ തങ്ങി നിൽക്കുകയും വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളിലെ താരം തന്നെയായിരുന്നു നെടുമുടി വേണു. അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സഹനടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹാസ്യതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നു വേണ്ട, സിനിമയിലെ എല്ലാത്തരം കഥാപാത്രങ്ങളും തൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് തെളിയിച്ച അതുല്യ പ്രതിഭ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നെടുമുടി വേണു സാർ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി.